ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ഇന്ന് അവസാനിക്കും. തിരുവനന്തപുരം നിശാഗന്ധിയിൽ മന്ത്രി ആർ ബിന്ദുവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. ചെണ്ടമേളത്തിന്റെ താളത്തിൽ നൃത്തച്ചുവടുകളോടെയാണ് ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിന്റെ വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. നമ്മളിൽ ഞങ്ങളുണ്ട് എന്ന ടാഗ്ലൈനിലാണ് ഇത്തവണത്തെ കലോത്സവം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ മന്ത്രി ആർ ബിന്ദുവും പങ്കാളിയായി. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം. തൊഴിലിന്റെ കാര്യത്തിൽ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ പിന്തുണയും വകുപ്പ് നൽകുന്നുണ്ട്. അവരുടെ സംരംഭകത്വ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം എല്ലാവർക്കും തൊഴിൽ ലഭിച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ അതിനുള്ള പരിശ്രമങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ ആ ഉദ്യമങ്ങളിലേക്ക് കടന്നു വരുന്നുമുണ്ട്. അത് വളരെ അഭിമാനകരമാണ്. അനന്യം എന്ന പേരിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി സാമൂഹ്യനീതി വകുപ്പ് രൂപീകരിച്ച കലാസംഘത്തിന്റെ ആദ്യ അവതരണവും വർണ്ണപ്പകിട്ട് ഫെസ്റ്റിൽ അരങ്ങേറി. ട്രാൻസ്ജെൻഡർ നയത്തിന്റെ ഭാഗമായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാഭിരുചിയും സർഗാത്മകതയും പരിപോഷിപ്പിക്കുന്നതിനും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായാണ് 2 ദിവസം നീണ്ടുനിൽക്കുന്ന കലോത്സവം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.